നമുക്കോ നമ്മുടെ മക്കൾക്കോ ആരുടെയെങ്കിലും കണ്ണേറോ നാവേറോ തട്ടുമോ എന്ന ആശങ്കപ്പെടുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ നമ്മുടെ കണ്ണോ നാവോ മറ്റാർക്കെങ്കിലും തട്ടുമോ എന്ന ആശങ്ക നമുക്കുണ്ടാകാറുണ്ടോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒരു യാത്രക്കിടയിൽ കൂട്ടത്തിലുള്ള സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു കുളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ സൗന്ദര്യവാനായ സ്വഹാബിയെ നോക്കി ആമിർ ബിൻ റബിയ എന്ന മറ്റൊരു സ്വഹാബി പറയുന്നുണ്ട്, മാ റഅയ്തു കല്ലൂമി വലാ ജിൽദ അദ്റ, എന്തൊരു ഭംഗിയാണ്, ഒരു കന്യകയിലും ഇത്ര സൗന്ദര്യമുള്ള ചർമ്മം ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇത് പറയേണ്ട താമസം സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു എന്നാണ്. സ്വഹാബികൾ നബിതങ്ങളെ കൂട്ടി വന്നു. നബിതങ്ങൾ ചോദിക്കുന്നുണ്ട്, ഹൽ തത്തഹിമൂന ലഹു അഹദ, ആരെങ്കിലും അദ്ദേഹത്തെ നോക്കി വല്ലതും പറഞ്ഞിരുന്നോ എന്ന്. അവർ പറഞ്ഞു, ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഇന്നാൽ ഇന്നത് പറഞ്ഞ സമയത്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങളുടെ മറുപടി, അലാമ യഖ്തുലു അഹദുക്കും അഖാഹ്, നിങ്ങൾ ആരെങ്കിലും സ്വന്തം സഹോദരനെ കൊല്ലുമോ എന്ന. എന്നിട്ട് നബിതങ്ങൾ പറയുന്നുണ്ട്, ഇദാ റഅ അഹദുക്കും മിൻ അഖീഹി മാ യുഅജിബുഹു ഫല്യുബാരിക് ലഹു, ആരെങ്കിലും ഒരാൾ തന്റെ സഹോദരനിൽ വല്ല ആശ്ചര്യപ്പെടുന്ന സംഗതിയും കണ്ടാൽ അവന് വേണ്ടി നിങ്ങൾ ബർക്കത്ത് ചോദിക്കണം, മാഷാ അല്ലാഹ് പറയണം, തബാറക്കല്ലാഹ് പറയണം എന്ന്. നമ്മളും പലപ്പോഴും ഇതുപോലെയാണ്. ഏതെങ്കിലും ആളുകളെ, കുട്ടികളൊക്കെ കാണുന്ന സമയത്ത് ആശ്ചര്യപൂർവ്വം വല്ലതും പറയുമ്പോൾ അവർക്കും നമ്മുടെ കണ്ണും നാവും ഒക്കെ തട്ടാൻ സാധ്യതയുണ്ട്. മറിച്ച് മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് പോലത്തത് കൊണ്ട് നമ്മളും തുടങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.